ഹായ് എവരിവൺ, ഞാനിന്ന് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നാളികേരം അരയ്ക്കാത്ത നല്ല കുറുകിയ ചുവന്ന നിറമുള്ള മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന അതേ ഐറ്റംസ് തന്നെ വേണ്ടൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നുറുക്കിയ നല്ല മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു കേട്ടോ. അത് ആദ്യം തന്നെ ചെയ്യണം, പുളി കുതിരാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി മുറിക്കരുത്, എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കുക. അത് കുറച്ച് മൂത്ത് വരുമ്പോൾ കുറച്ചധികം ചുവന്നുള്ളി അത് ഇട്ടിട്ട് ഒരുമിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തക്കാളിയൊക്കെ ഈ പരിവാകുമ്പോൾ ഉള്ളിയും നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് തീരെ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. തക്കാളിയുടെ ആ വെള്ളത്തിൽ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി, തീരെ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വഴറ്റാനായിട്ട് ബുദ്ധിമുട്ടാവും. അരച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അത്. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത അതേ ചട്ടിയിൽ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കീറിയതിട്ടിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ. കുറച്ച് അത് നന്നായി മൂത്ത് വന്നപ്പോൾ അതിൽ മസാലപ്പൊടികൾ ഇടുന്ന സമയമായി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തു കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടി തന്നെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് നമ്മളിതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ധാരാളം വെളിച്ചെണ്ണയിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ബാക്കി വന്ന വെളിച്ചെണ്ണയില്ലേ അതിൽ തന്നെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്ന് പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും ഉള്ളിയും കൂടിയിട്ടുള്ള മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളത്തിൽ 2 സ്പൂൺ വെള്ളത്തിൽ കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് തക്കാളിയുടെ പച്ചനിറമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായി ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇതുപോലെ ആയി തീരുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയില്ലേ അത് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നന്നായി അത് തിളയ്ക്കാനായിട്ട് വെക്കുക. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്താണ് നമ്മളിതിൽ ഉപ്പ് ചേർത്തത്, നേരത്തെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനില്ലേ അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചാറിൻ്റെ അളവ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് എത്ര ചാറ് വേണമെന്ന് ഒക്കെ നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ മീൻ മുഴുവനും ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നന്നായി തിളച്ച് ഒന്ന് വേവട്ടെ കേട്ടോ, മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 7 മിനിറ്റിന് ശേഷം മീനൊക്കെ നന്നായി തിളച്ച് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് വെന്ത് പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരും. ആ സമയത്താണ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മീൻകറി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ. വളരെ കുറച്ച് ചാറ് മതി നമുക്ക് ചോറുണ്ണാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മുളകിട്ട് മീൻകറി വയ്ക്കുമ്പോൾ ചാറ് ഇത്രയും കുറുകിയിരിക്കില്ലല്ലോ, ഇതിൻ്റെ ചാറ് നല്ല കുറുകിയാണ് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.